നമസ്കാരം, ഏവർക്കും സർക്കിൾ ലൈവ് ന്യൂസ് ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. ഞാൻ രീഷ്മ യതീന്ദ്രദാസ്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആക്സിഡന്റ് ആൻഡ് ട്രോമ കെയർ വിഭാഗം ഹയാത്ത് ഹോസ്പിറ്റൽ, ചാവക്കാട്. റോഡിൽ വീടുകിടന്ന തെങ്ങിൽ ബൈക്കിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മത്സ്യത്തൊഴിലാളി മരിച്ചു. തിരുവത്ര ചെങ്കോട്ട നഗറിൽ ചിങ്ങനാത്ത് അബൂബക്കറാണ് മരിച്ചത്. ജൂലൈ 2 പുലർച്ചെയായിരുന്നു അപകടം. മത്സ്യബന്ധനത്തിനായി മുനക്കക്കടവ് ഹാർബറിലേക്ക് സുഹൃത്ത് ആലിങ്ങൽ ഹൈദരമൊത്ത് ബൈക്കിൽ പോകവെ ബ്ലാങ്ങാട് പാറമ്പടിയിൽ വെച്ച് റോഡിൽ വീണ് കിടന്നിരുന്ന തെങ്ങിൽ തട്ടി ബൈക്ക് മറിയുകയായിരുന്നു. കുന്നംകുളം പാറയമ്പാടത്ത് ടോറസ് ലോറിയിടിച്ച് സ്കൂട്ടർ യാത്രികന് ദാരുണാന്ത്യം. പോർക്കുളം കൊങ്ങണൂർ സ്വദേശി കായിൽ വളപ്പിൽ വീട്ടിൽ 38 വയസ്സുള്ള ഷെഫീഖാണ് മരിച്ചത്. ഇന്ന് 2 മണിയോടെയാണ് അപകടമുണ്ടായത്. ശക്തമായ കാറ്റിലും മഴയിലും ഗുരുവായൂരിൽ മരക്കൊമ്പ് ഒടിഞ്ഞു വീണു. നഗരസഭ 16-ാം വാർഡ് ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിന് പുറകുവശത്തുള്ള റോഡിലാണ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ പൂമരത്തിന്റെ വലിയ കൊമ്പ് ഒടിഞ്ഞു വീണത്. ഓപ്പറേഷൻ ലൈഫിന്റെ ഭാഗമായി ജില്ലയിലെ ഹോട്ടലുകളും ബേക്കറികളിലും മിന്നൽ പരിശോധന. ചാവക്കാട്ടെയും ഗുരുവായൂരിലെയും 3 കടകൾ ഉൾപ്പെടെ 11 സ്ഥാപനങ്ങൾക്ക് പ്രവർത്തനം നിർത്തിവെക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നോട്ടീസ് നൽകി. ചാവക്കാട് കൂടിയ റെസ്റ്റോറന്റ്, ചാവക്കാട് കൃഷ്ണേട്ടന്റെ ചായക്കട, ഗുരുവായൂർ തൈക്കാട് ഗാലക്സി ബേക്കറി ഉൾപ്പെടെ 11 സ്ഥാപനങ്ങൾക്കാണ് പ്രവർത്തനം നിർത്തിവെക്കാൻ നോട്ടീസ് നൽകിയത്. അർജുൻ പാണ്ഡ്യൻ തൃശൂർ ജില്ലാ കളക്ടറായി ചുമതലയേറ്റു. ഇന്ന് രാവിലെ 10-ന് സിവിൽ സ്റ്റേഷനിലെത്തിയ കളക്ടറെ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ടി മുരളി, സബ് കളക്ടർ മുഹമ്മദ് ഷെഫീഖ്, അസിസ്റ്റന്റ് കളക്ടർ അതുൽ സാഗർ, മറ്റ് ജീവനക്കാർ ചേർന്ന് സ്വീകരിച്ചു. കളക്ടറായിരുന്ന VR കൃഷ്ണതേജ ഇന്റർ സ്റ്റേറ്റ് ഡെപ്യൂട്ടേഷനിൽ ആന്ധ്രാപ്രദേശിലേക്ക് പോയ ഒഴിവിലാണ് നിയമനം. കടപ്പുറം പഞ്ചായത്തിലെ 10-ാം വാർഡ് വെളിച്ചെണ്ണപ്പടി ലേഡീസ് റോഡിൽ വെള്ളക്കെട്ട് മൂലം പ്രദേശവാസികൾ ദുരിതത്തിൽ. പരിഹാരമില്ലാതെ വെള്ളത്തിൽ മുങ്ങി ഒരു പ്രദേശം. കാന വേണമെന്നുള്ള ആവശ്യവുമായി നാട്ടുകാർ രംഗത്ത്. തികഞ്ഞ വിവേചനമാണ് വാർഡിലെ ജനങ്ങളോട് അധികൃതർ കാണിക്കുന്നതെന്നും വാർഡ് മെമ്പർ. ചാവക്കാട് സർക്കിൾ സഹകരണ യൂണിയൻ നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. ഗുരുവായൂർ MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ TV ഹരിദാസൻ അധ്യക്ഷത വഹിച്ചു. 35 ലക്ഷം രൂപ ചെലവിട്ടാണ് കെട്ടിടം നവീകരിച്ചത്. ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ പുരാതന നായർ തറവാട്ട് കൂട്ടായ്മയുടെ വനിതാ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ കർക്കിടക മാസം 30 വെള്ളി ആഘോഷിച്ചു. ഗുരുവായൂർ പന്തായിൽ ക്ഷേത്രത്തിന് സമീപം നിർമ്മല നായ്ക്കത്തിന്റെ വസതിയിൽ രാമായണ പാരായണം നടന്നു. സ്നേഹവിരുന്നും ഉണ്ടായി. ഇതോടെ ഹെഡ്ലൈൻസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.